അന്ന് തിരുമേനി വിവാഹമില്ലാത്തത് കൊണ്ട് ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആശംസകൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും വിശേഷ ദിവസങ്ങളിൽ അനുജ മറക്കാതെ ഒന്ന് സംബന്ധിക്കുകയും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തത് ഇപ്പോൾ ഓർക്കുന്നു. അത് തന്നെയല്ല, അനുജ വരുമ്പോഴെല്ലാം എന്തെങ്കിലും പ്രസന്റ് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. മക്കൾ രണ്ടുപേരും വിദേശത്താണല്ലോ. അനുജ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം പോയി സഹായിക്കുകയും അവരോടൊപ്പം താമസിക്കുകയും ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ സമയത്ത് 20ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് അവർക്ക് രണ്ടുപേർക്ക് കുടുംബമായിട്ട് വന്ന് സംബന്ധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്ത അവസ്ഥയിലാണല്ലോ. അത് രണ്ടു കൂട്ടർക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. എങ്കിലും അവരെ ദൈവം ആരോഗ്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതിന് ഞങ്ങൾ പ്രത്യേകം രാജുവിൻ്റെ മരണശേഷം വനജയ്ക്ക് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും സന്തോഷത്തോടെ കാണുവാൻ സാധിച്ചതിൽ വളരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാൾ മുതൽ വനജ ഞങ്ങളെ വിളിക്കുകയും അന്വേഷിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞു മരിച്ച ശേഷവും വനജ എന്നെ വിളിച്ച് മിക്കവാറും എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിന് വളരെ വളരെ സന്തോഷിക്കുന്നു. വനജയുടെ 70ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ കർത്താവ് വനജയ്ക്ക് ബലവും സന്തോഷവും കരുണയും എല്ലാം തരണമേ എന്ന് വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. മോളെപ്പോഴും എന്നോട് വളരെ ലവിങ്ങും കൺസിഡറേറ്റീവായിട്ട് എപ്പോഴും എന്നോട് ഇടപെടുന്നത്, എപ്പോഴും എന്നെ വിളിച്ചന്വേഷിക്കുകയും വരാൻ വയ്യെങ്കിലുമൊക്കെ വിളിച്ചന്വേഷിച്ച് വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. പിന്നത്തേത് മോളെക്കുറിച്ച് പറയാനുള്ളത്, മോളുടെ ജോലിയിൽ 100% റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനത്തെ ഒരു നല്ല നേച്ചറുള്ള ഒരാളാണ്. പിന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന നേച്ചറാണ്. എന്തെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ ഞാനത് തയ്ച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക, മാസ്ക് തയ്ച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരത്തി എപ്പോഴും ഓരോന്ന് ക്രിയേറ്റീവാണ്. എപ്പോഴും അങ്ങനെ ക്രിയേറ്റീവ് മൈൻഡുള്ളൊരു ആളാണ് വനിജ. പുതിയ വർഷം നോക്കാൻ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് വിശുദ്ധച്ചമ്മ ആശംസിക്കുന്നു. എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. തൊണ്ട വയ്യാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ലിസി ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോളൂ. Happy birthday, dear Vaneja. You're such a sweet person with a lot of good qualities, good at cooking, gardening, embroidery and hospitality. And your involvement in palliative care. May God give you many more years and good health to carry on the work. Have a great day and stay safe. ഏതാണ്ട് 5 മിനിറ്റ് മുമ്പ് നിതേഷിനെ വിളിച്ചിരുന്നു. നിതേഷ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അലക്സ, അമ്മയുടെ ജന്മദിനമാണ് നാളെ, ബർത്ത്ഡേ ആണ് നാളെ, 70ാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയൊരു സ്പാർക്കുണ്ടായി. 2 കാരണങ്ങളുമുണ്ടത്. ഒന്ന്, 70 കേൾക്കുമ്പോൾ ഈ വ്യക്തികൾക്ക് ആരും തന്നെ 70 തോന്നുകയില്ല. അതല്ലാതെ നേരിട്ട് കണ്ടാലത്തൊട്ടും ആരും പറയുകയുമില്ല. രണ്ടാമത്, 70ൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന എനിക്ക് ഞാൻ ആലോചിച്ച് പോയി, ദൈവമേ, ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാലും അവസാനിച്ച് കഴിഞ്ഞു എന്ന്. ഞാൻ ഈ അടുത്ത വർഷങ്ങളിൽ കുറേ നാളായിട്ട് എല്ലാ മാസവും കുറഞ്ഞ 2 പ്രാവശ്യമെങ്കിലും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം
രാവിലെ സാധാരണ പെട്ടി വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ബഥാനിയയിലേക്കൊന്ന് വിളിക്കും. അവിടുത്തെ നമ്പർ ഫോണ് അടിച്ചുകൊണ്ടിരിക്കും, ആരും എടുക്കത്തില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മൊബൈൽ ടെലിഫോണിലേക്ക് വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് മറുപടി, എടാ നീ എത്തിയോ, നീ എപ്പോൾ വന്നു? അപ്പം ഞാൻ ചോദിച്ചു എവിടെ? അത് ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്താണ്. എന്താ, ഞാനൊരു മീറ്റിങ്ങിലാണ്. അപ്പോൾ നാളെ ഞാൻ ഇത്ര തിരക്കില്ല. ഇത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പല്ലവിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്താ ഇത്ര തിരക്കെന്ന്. വർഷങ്ങളോളം ഒരു ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ ജോലി ചെയ്ത് രാവിലെ ബാങ്കിലേക്കുള്ള നെട്ടോട്ടം, തിരിച്ച് ബാങ്കിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്ര, അതിനുപരിയായിട്ട് ബാങ്കിലെ ഭാരിച്ച ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വന്നതിന് ശേഷം അതിലും തിരക്ക് പിടിച്ച ജീവിതമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി 1-2 കാര്യങ്ങളുണ്ട്. മാർത്തോമാ സഭയിലെ ഏറ്റവും VIP പള്ളിയിൽ ഒന്നായ എറണാകുളത്തെ ജെറുസലേം മാർത്തോമാ പള്ളിയുടെ വിവിധ പ്രൊജക്റ്റുകളിൽ, വിവിധ അസോസിയേഷനിൽ അതിന് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. പള്ളിയുടെ ഏത് കാര്യത്തിന് ഒരു പൊതുയോഗം കൂടുകയോ അല്ലാത്ത ഒരു മീറ്റിംഗ് നടത്തുകയോ ചെയ്യുമ്പോൾ അവിടെ എല്ലാവരുടെയും ചോദിക്കും, പ്രത്യേകിച്ച് വനിതാഭാഗത്തിൽ ചോദിക്കും, ഇതിനെ ഒരു പ്രസിഡൻറ്റോ ഭാരവാഹിയോ വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഏകകണ്ഠമായിട്ട് പറയുന്ന ഒരു പേരാണ് വനജ പോൾ. വർഷങ്ങളായിട്ട് എനിക്കറിയാം, പള്ളിയുടെ സേവികാ സംഘത്തിൻ്റെ തുടക്കം മുതൽ വളരെ ജീവനോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൂടാതെ എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യം ഏരിയ പ്രയർ മീറ്റിങ്ങുകൾ സംബന്ധിക്കാറുണ്ട്, വൈകുന്നേരങ്ങളിലൊക്കെ. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജെറുസലേം മാർത്തോമാ പള്ളിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂവായ പെയിൻ, സ്വന്തം ഭർത്താവ് തുടങ്ങി വെച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അതിൻ്റെ തുടക്കനാൾ മുതൽ ഇന്ന് വരെയും, അത് വെയിലായാലും മഴയായാലും വെള്ളപ്പൊക്കമായാലും 100-ൽ പരം കിലോമീറ്ററിൽ യാത്ര ചെയ്ത് കോതമംഗലത്തും ഒടാട്ടുപാറയിലും വൈപ്പിനിലും എല്ലാ ആഴ്ചയിലും നേരിട്ട് പോയി അവിടുത്തെ ക്യാൻസർ രോഗികളെ കണ്ട് അവരുടെ കുടുംബാംഗങ്ങളോട് അല്പം സമയം ചിലവാക്കുകയും സൗജന്യമായി അവർക്ക് ക്യാൻസറിൻ്റെ മരുന്നുകൾ കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അതിനുപരിയായിട്ട് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനം. അത് വർഷങ്ങളായിട്ട് തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരാലും വളരെ അംഗീകരിക്കപ്പെട്ട ഒരു പദ്ധതിയായിട്ട് അത് മുൻപോട്ട് പോകുന്നു. ഇതുകൂടാതെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ മാസവും അവസാനത്തെ ആഴ്ച എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയിട്ട് നിർദ്ധരായ രോഗികൾക്കും അവരുടെ കൂടെ ഉള്ള ബൈസ്റ്റാൻഡേഴ്സിനും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു ജോലി. പിന്നെ പല പള്ളികളിലും കാണാത്ത ഒരു കൂട്ടായ്മയുണ്ട് എറണാകുളത്ത്, ഈ പറഞ്ഞ ജെറുസലേം പള്ളിയിൽ. 60 വയസ്സ് തികഞ്ഞ വിധവയായ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. അതിലിപ്പോൾ 80-90 പേരുകൾ അംഗങ്ങളായിട്ടുണ്ട്. അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഇവരെല്ലാം എല്ലാ മാസവും എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുകയും ഒരു വീട്ടിൽ കൂടുകയും ഒരു ദിവസം മുഴുവൻ സമയവും സംസാരിച്ചും ഭക്ഷണം കഴിച്ചും സമയം ചെലവാക്കുന്ന ഒരു രീതി. അങ്ങനെ എണ്ണയാൽ പറയാത്ത ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നൊരു വ്യക്തി. ഇതിന് പുറമെയായിട്ട് എനിക്ക് തോന്നുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല നിക്കോൾസ് സ്കൂളിൽ വർഷങ്ങളോളം പഠിച്ച് ഹോസ്റ്റലിൽ താമസിച്ച് കൂടെ പഠിച്ചവരുടെ ഒരു കൂട്ടായ്മ എറണാകുളത്തുണ്ട്. അതിൽ കുറേ പേരുണ്ട്. അവരുമായിട്ട് ഇന്ന് ആത്മബന്ധം പുലർത്തുകയും അവരോടൊപ്പം മിക്കവാറും ഒരു ഒത്തുകൂടൽ ഞാൻ കാണാറുണ്ട് അവിടെ എറണാകുളത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ. കൂടാതെ 70കളിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ സ്പെഷ്യൽ BSc പഠിച്ച കൂടെ പഠിച്ച സഹപാഠികളുടെ വേറൊരു കൂട്ടായ്മ, അതും തെറ്റാതെ മുറ പോലെ നടത്തിക്കൊണ്ട് പോകുന്നു.
എനിക്ക് വന്ന് 3-4 വർഷം UC കോളേജിൽ കൂടെ പഠിച്ച ബാറ്റ്സ്മാൻസിൻ്റെ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയൊക്കെ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇതെല്ലാം നമ്മൾ എണ്ണി പറഞ്ഞ് നോക്കുവാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം പോരാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും അവരുടെ ഇടവുകളിൽ പല സ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട്. സെക്രട്ടറി ആയിട്ടും പല പ്രൊജക്റ്റിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ. കൂടാതെ നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും പല അസോസിയേഷനുകളിലും 6, 8, 10, 12 അസോസിയേഷനിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവരുമുണ്ട്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും ജീവകാരുണ്യപ്രദമായ, തികച്ചും സേവനപരമായ, യാതൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാത്ത കാര്യങ്ങളാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിന് പുറമെ വർഷങ്ങളോളം ബാങ്കിൽ ജോലി ചെയ്ത് വിവിധ ശാഖകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരുടെ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ഒരു ഒത്തുകൂടലുണ്ട്. അത് മിക്കവാറും എറണാകുളത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ കൂടുകയും ഒരു ദിവസം മുഴുവനും സംസാരിച്ചിരിക്കുകയും അവസാനം അവരുടേതായ ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ കൂടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത, ഞാൻ അസൂയയോടെ കാണുന്നത്, അതോടൊപ്പം അഭിമാനത്തോടും കാണുന്നു. ഇതെല്ലാം പുറമെ ഞാൻ എപ്പോഴും വീട്ടിൽ അവിടെ പോകുമ്പോൾ കാണാറുണ്ട് നിരന്തരമായ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്താ ഇത്? എടാ, അത് പലരും വിളിക്കുന്നതാ. ഓരോരുത്തരുടെയൊക്കെ ചെറിയ വലുതായ ഓരോ പ്രശ്നങ്ങൾ. ഞാൻ പോയി സന്ദർശിച്ച ക്യാൻസർ പേഷ്യൻ്റെ വീട്ടിൽ നിന്നൊക്കെ കോളുകൾ വരുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരോട് നീർക്കാൻ സംസാരിക്കുകയും അവർക്ക് ഫോണിൽ കൂടെ നേരിട്ട് ആശ്വാസം പറഞ്ഞു കൊടുക്കുകയും അല്ലെങ്കിൽ നേരിട്ട് പോയി കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ എല്ലാ ദിവസങ്ങളും മുഴുവൻ സമയം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ജീവിതശീലമായി ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ 70 തികഞ്ഞെന്ന് പറയുന്നത് ഞാൻ ഇവർ അടുത്ത് നിൽക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു 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 എടാപോടി ബന്ധമാണ് ഇപ്പോഴും ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ കൃത്യമായി പറയാം 2 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പൂർണ്ണമായ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി വെല്ലൂരിലേക്ക് പോയി. ചെന്നൈയിൽ നിന്ന് വെല്ലൂരിലേക്ക് പോയി. വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വാർഡിൽ അടുത്തടുത്ത മുറികളിൽ ഡോക്ടർ തമ്പു വന്ന് റൂം ബുക്ക് ചെയ്തിട്ടു. ഈ 2 മുറിൻ്റെ ഇടയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു. വെളുപ്പിന് 5-5:30 തുടങ്ങുന്ന ഓരോ ടെസ്റ്റുകളും രാത്രി വരെ നീണ്ടുകൊണ്ടേയിരിക്കും പല ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലായിട്ടല്ല, അതൊരു പിക്നിക് സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. കാര്യം ഒരുമിച്ചിരുന്ന് ഒരുപാട് വർത്തമാനങ്ങൾ പറയാനും ഓരോരുത്തരെക്കുറിച്ച് സംസാരിക്കാനും തമാശകൾ പറയാനും ദീർഘനേരം കണ്ടെത്തിയ സമയങ്ങളതൊക്കെ. ഞാൻ അധികം പറയുന്നില്ല, ഒരു കാര്യം പറയുന്നു. ഇതിപ്പോൾ ഞാൻ നിതേഷിനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞാടാ, ഇത് കേരളത്തിന് പുറത്തും വിദേശത്തും ഉള്ളവരൊക്കെ 10-20 പേര് ഫോണിൽ വിളിച്ച് ആശംസകൾ അർപ്പിക്കുന്നതിൽ ഉപരിയായിട്ട് ഈ കോവിഡ് കാലമൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊരു ഗംഭീരമായ പരിപാടിയായിട്ട് മാറ്റണം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. എന്തായാലും 70 കഴിഞ്ഞ് 75-ഉം 80-ഉം 85-ഉം തികച്ച് ഇതിലും കാര്യമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും യാതൊരു ലാഭേച്ഛയും കൂടാതെയുള്ള സേവനങ്ങളും മറ്റുള്ളവർക്ക് മുഴുവൻ സമയം ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇടപെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം തരട്ടെ എന്ന് ഞാനും സുജാലക്സും ആഗ്രഹിക്കുന്നു. 70-ൻ്റെ എല്ലാവിധ ജന്മദിനാശംസകളും ഇതോടൊപ്പം ഞാൻ ഹൃദയംഗമായി നേരുകയും ചെയ്യുന്നു. താങ്ക് യു. Many, many happy returns of the day, Vanuja. Vanuja Paul. 70th birthday. ദൈവമേ. 70 വയസ്സാണെന്നൊന്നും പറയത്തില്ല കേട്ടോ ചേച്ചി. She's actually she's not a sister-in-law, she's my sister only. Yes. We are very close. You are true. That is correct. Okay. Thank All you. the best. ദൈവം
always bless you with a lot of happiness. എന്നായി ദുബായിലേക്കുള്ള ഒരു വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ ഇനി എന്നാ കാണുക എന്ന് പോലും നമുക്കറിയത്തില്ല. എന്താ ചെയ്യാ, കാണാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടി ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയംഗമായ ആശംസ, ജന്മദിന ആശംസകൾ വീണ്ടും വീണ്ടും വീണ്ടും. ഓക്കെ. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വളരെ സ്നേഹവും ബഹുമാനമുള്ള ആളായിരുന്നു. രാജു ഉള്ളപ്പോഴും ഇപ്പോഴും വനജ ആ രീതി തുടർന്നു കൊണ്ടുപോകുന്നു. പപ്പായ്ക്കും അമ്മയ്ക്കും ഒരു മാതാവിനോടും പിതാവിനോടുമുള്ള സ്നേഹവും ബഹുമാനവും ശുശ്രൂഷയും വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ വനജ ചെയ്തു. എൻ്റെ സഹോദരങ്ങൾ ഏതാവശ്യത്തിനും രാജുവിനെയാണ് ആശ്രയിച്ചിരുന്നത്. ആ സമയത്ത് രാജുവിനൊപ്പം നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സകല സഹായങ്ങളും ശുശ്രൂഷകളും നൽകുന്നതിനോടൊപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിത്തരാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രീതിയുടെയും പ്രീതിയുടെയും പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതൽ ആ വീട്ടിൽ താമസിച്ചിരുന്നു. അന്ന് വളരെ സ്നേഹത്തോടും മക്കളോടും എന്ന പോലെ അവരെ ശുശ്രൂഷിക്കുകയും പരിഗണിക്കുകയും ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഇന്നത്തെ ഉയർച്ചയുടെ അടിസ്ഥാനം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയുടെ മരണശേഷം എനിക്കാവശ്യമായ എല്ലാ സഹായവും സപ്പോർട്ടും വനജ ഇപ്പോഴും തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഓപ്പറേഷനുകൾ നടന്നിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമ ജീവിതത്തിനായിട്ട് വനജയാണ് ആശ്രയിക്കുന്നത്. ആ സമയത്തെല്ലാം എനിക്ക് ആവശ്യമായ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഈ കരുതലിനും സഹകരണത്തിനും ദൈവം തമ്പുരാൻ 100 മേനി പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം കിട്ടുമ്പോഴെല്ലാം വനജ മക്കളെയും അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൂട്ടി വീവരുത്ത് വരാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന സംഗതിയാണ്. ഈ 70ാം ജന്മദിനത്തിൽ ഇന്നും ഭാവിയിലും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൈവം തമ്പുരാൻ ആശംസിക്കുന്നു. രാജുവിൻ്റെയും വനജയുടെയും വിവാഹം നടന്ന ആ ദിവസം തന്നെയാണ് കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫിയുടെ കിരീടം നേടുന്നത്. അത് മറക്കാനൊക്കുന്നൊരു കാര്യമല്ല. രാജുവിൻ്റെയും വനജയുടെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലാവധി 33 വർഷമായിരുന്നു. അതിൽ ഒടുവിലുള്ള 3 വർഷക്കാലം 2003 തൊട്ട് 2006 വരെയുള്ള കാലം വളരെയധികം പ്രയാസം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ആ കാലയളവിൽ വളരെ ധൈര്യത്തോടും ഉറച്ച ദൈവവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ രാജുവിനെ വനജ ശുശ്രൂഷിച്ചിരുന്നു. രാജു മുൻകൈയെടുത്ത് നടത്തിയതായിട്ടുള്ള ആ പാലിയേറ്റീവ് കെയർ ഇന്നും വനജ സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥമായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്തതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വനജയ്ക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം തുണച്ചവർ ഇനിയും തുണയ്ക്കണം എന്ന്. We wish you a very happy birthday. First of all, very happy birthday to dear Vanaja.
കല്യാണം കഴിച്ചു വന്ന നാൾ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ ഓർമ്മയിൽ വരുന്നു. ആ ഗുഡ് ഓൾഡ് ഡേയ്സ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ തന്നെ നിൽക്കുന്നു. ഒരുപാട് പറയാൻ സമയമില്ലല്ലോ. ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബജീവിതം ദൈവം തന്നു. അതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രായിച്ചായൻ്റെ വേർപാട് മൂലം മാനസികമായി തളർന്നെങ്കിലും രായിച്ചായൻ തുടങ്ങി വെച്ച നിരാലംബരെയും അവഗണിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം പാലിയേറ്റീവ് കെയറിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ഉത്സാഹം തന്നതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അതൊക്കെയും ചെയ്യണമേ. ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വല്യമ്മേ, വിഷ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. കൂടുതൽ ബർത്ത്ഡേകൾ ആഘോഷിക്കാനുള്ള ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ്. ക്യാൻസർ രോഗികളുടെ ഇടയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ വല്യമ്മയ്ക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഹലോ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. 70 വയസ്സാകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു പക്ഷേ അങ്ങനെ പറയുമ്പോഴൊക്കെ മനസ്സിലാകുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ പ്രായമായി എന്നുള്ളത്. അല്ലാൽ കാഴ്ചയിലൊക്കെ അത്രയൊന്നും തോന്നിക്കത്തില്ല. ഞങ്ങളൊക്കെ അന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ എത്രയോ സീനിയേഴ്സായിരുന്നു. അന്നൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ ഒരുമാതിരി എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മിക്കവാറും ഞാൻ അവിടുത്തെ ഒരു വിസിറ്ററായിരുന്നു. മിക്കവാറും ഞങ്ങൾ പാലക്കാട് നിന്ന് പോകുന്ന വഴിക്ക് അവിടെ ഒരു ദിവസം തങ്ങിയിട്ടായിരിക്കുന്നു പോകുന്നത്. അമ്മയും അമ്മച്ചിയും തമ്മിൽ അങ്ങനെ ഒരു വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തായിരുന്നു. കാരണം ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ മിങ്കിളിങ്ങിനൊന്നും നിങ്ങൾക്കും പറ്റുന്നില്ലായിരുന്നു, എനിക്കും പറ്റുന്നില്ലായിരുന്നു. അതുതന്നെയല്ല, നിങ്ങളൊക്കെ അന്ന് വളരെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. പഠിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ദിവസവുമുള്ള മോട്ടോ. അപ്പം ചേച്ചിയെക്കുറിച്ച് പറയുമ്പം ഞാൻ ഓർക്കുന്നത് അന്നൊക്കെ MSc പഠിക്കുക, അല്ലെ MSc ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. നിങ്ങളുടെ ദിവസവുമുള്ള മോട്ടോ. അപ്പം ചേച്ചിയെക്കുറിച്ച് പറയുമ്പം ഞാൻ ഓർക്കുന്നത് അന്നൊക്കെ MSc പഠിക്കുക, അല്ലെ MSc ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതും പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചി മാത്സ് ആയിരുന്നെന്നാണ് തോന്നുന്നത്. MSc മാത്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വലിയ ഒരു ബാലികേറാമല തന്നെയാണ്. അപ്പം അതുമൊക്കെ കഴിഞ്ഞു. പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചേച്ചിക്ക് ബാങ്കിൽ ജോലിയും കിട്ടി. അങ്ങനെ വളരെ ഹാപ്പിയായ ഒരു ജീവിതമായിരുന്നു. പൊതുവെ ഒരു നല്ല വിവാഹ ജീവിതവും ഉണ്ടായി. പിന്നീട് കുറേ നാളിപ്പോൾ ഏകാന്തതയിലാണ്. എന്നാലും വളരെ സാമൂഹ്യ സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ട് തന്നെ പോകുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ തമ്മിൽ പലപ്പോഴും ഈ പല മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും വിവാഹങ്ങളിലും ഒക്കെ കണ്ടുമുട്ടാറുണ്ട്. ഇങ്ങനെ തന്നെ വളരെ ആയുരാരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയുമായ എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. ഇനി നമ്മൾക്ക് എവിടെ വെച്ചെങ്കിലുമൊക്കെ കണ്ടുമുട്ടാം. ഈ കോവിഡ് കാലം തീരുമ്പോൾ അധികം യാത്രയിലൊന്നും ഇപ്പം ഇല്ല. കോവിഡ് കാലം തീരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Hi Vanji Chechi, this is to wish you a very very happy birthday, many happy returns of the day. It's a great milestone that you are covering today. May God bless you and continue to keep you healthy, happy and safe. Let me try to recall some of the memories what we had of our, or rather my interactions with you. I think my earliest memory of you is when
when Beichan was the chief manager, or I think he was called as the agent at that time at State Bank of India at Ankola, very close to Goa where we were. And we used to come there for holidays, and both LG and I, and you and Alex also used to be there for holidays, and we used to chit chat. And one of the things I remember is we used to keep playing rummy and 28 in the at night. Another very instance, probably earlier, is when you were at school at Nicholson, I think, if my memory is right. And we were of course in school in Goa, but Amachi used to always keep telling us, both of us, see, look at Vanuja, how she's studying. She's so very studious, so very bright in her class, tops the class, always good in maths, because we were not that good in maths. And she used to always tell us, try and follow Vanja Chechi in her studies. So I still remember, because Amachi used to keep on repeating this, and we would try our best to see that we follow you, if not in anything else, at least in studies. A very great trait I notice about Vanja Chechi is that she is very cool, calm and composed at all times, responsible, very, very unflappable, and that is great, and keep it up. What else can I recall? The other thing I would like to conclude is that every second of our life, every minute of our life, every hour, every day, every year is God's gift to us. So let's celebrate that. We'll celebrate your birthday here. COVID times, we can't be together. We wish you all the very best. Best wishes from all of us, from Madeline, Kenneth and Ria, David and me. All the best. Bye-bye. സത്പതി ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇഞ്ചക്ലോടി കുടുംബത്തിലെ കാരണവത്തി വനേ ചേച്ചിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. വനേ ചേച്ചിയെ പറ്റി ഓർക്കുമ്പോൾ വനേ ചേച്ചി മറ്റുള്ളവരോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ നിഷ്കർഷത അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ വനേ ചേച്ചിക്ക് സോഷ്യൽ വർക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മറ്റുള്ളവർക്ക് എന്നും ഒരു മാതൃകയായിട്ടുള്ളതാണ്. കാരണം വനേ ചേച്ചിയും ഞങ്ങളൊക്കെ തമ്മിലുള്ള ഇത്ര ഏജ് ഡിഫറൻസ് പോലും ഇല്ലാതെ ഉള്ള അടുത്ത ഊഷ്മളമായ ബന്ധങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത്. വനേ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ വൻ ചേച്ചി. വർഷക്കാലം അമ്മാമ്മയെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വനജ അമ്മയ്ക്ക് 70 വയസ്സോ ഒരിക്കലുമില്ല. ഒരു 35-കാരിയുടെ ചുറുചുറുക്കും പ്രസരിപ്പും ഉത്സാഹവുമാണ് അമ്മാമ്മയിൽ എപ്പോഴും കാണുന്നത്. എല്ലാവരെയും കരുതുവാനും ഏത് സമയത്തും സഹായിക്കുവാനുമുള്ള മനസ്സ് എടുത്തു പറയേണ്ട ഗുണവിശേഷങ്ങളാണ്. തനിക്ക് കിട്ടിയ താലന്തുകൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടി അമ്മാമ്മ ഉപയോഗിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അമ്മാമ്മ ഈ കുടുംബത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇനിയും അനേക വർഷങ്ങൾ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരട്ടെ. Wish you many more blessed years. King Solomon says, many women have done well, but you excel them all. Charm is deceitful and beauty is passing, but a woman who fears the Lord shall always be praised. Growing up, we were so much together of a family. We're so happy to wish you a happy 70th birthday, Mama. Wow, you are 70. May the good Lord continue to be with you, Bless you, guide you, and keep you in good health. Amama, one of the many things that we really admire in you is, even though you look very timid, you are a strong woman, and we know that is because of your dependence on the Lord. may you have many more wonderful, joyful years ahead. God bless you. 70th birthday, Vanja Mama. Where have the years gone? I remember I was in 8th standard when you got married. Since it was the first wedding in our family,
It was really a big deal, and it's still very vivid in my mind. I had so much fun along with all the other cousins, even cousins on your dad's side. Now, being my oldest female cousin, growing up, I thought that you were the model that I had to follow. You had so many virtues, and you did things so well that the idea itself sounded great. When I think of you, several things come to mind now, but I'll just talk of a few. First of all, you're very intelligent. Doing an MSc in physics is no easy feat, yet you did it so unassumingly that we did not hear of it being a difficult task for you. Also, I know that Amity did not absolve you of household chores because you were studying. So you pitched in, did the things at home, and then managed your studies also very well. Secondly, you're a very capable person. Whether it was your work at the bank, managing the home, raising 2 active boys, or supporting Rajuchan with the million things that he did, you did it really well, with ease and grace. You were also a dutiful and loving wife and mother. I'm so proud of the fact that despite being very capable, you followed the biblical mandate for the role of a wife and a mother. You were always a supportive and helpful wife to Rajuchan, and you gave yourself to fulfilling that role, even to the very end, that in the last year of his life, you even resigned your job to spend time with him. Also, being the mother of 2 active boys while working outside the home was not easy. I always admired the patience you had with them, especially with Niash. Next, you are a helper of the helpless. You are a helper of the helpless. Your work with the palliative care patients shows your heart's desire to help those in need. When people have no one to turn to, you are by their side to help them. That is truly noble work and God's heartbeat. Finally, I will talk about your love for family. It goes without saying that you love your children, your in-law children, and your grandchildren. However, in addition, you also make it a point to call and visit other members of the family, especially the older ones. This means a lot to them. I know Mommy for sure looks forward to your calls and your visits. Now, as I get older, I realize that being 70 is still very young. God has many more things planned for you in the future. I believe you will step into those roles with God's help and complete your race, trusting Jesus as your Savior and the Lord of your life. Have a wonderful birthday. Happy 70th birthday, Vanju Mama. It's difficult to say you're 70 years old. Always dressed simple and elegantly like your mother. We have a special bonding from my childhood days because you came down to stay with us for a few months before your marriage, for your training in State Bank of India. Ever since, we've always been in constant touch. May you continue to look ever so young, and may the Lord keep you in good health and happiness in the years to come. Happy birthday. കടവന്ത്രയുടെ കണ്ണിലുണ്ണി, ഇളംകുളം മാർത്തമ പള്ളിയിലെ മണ്ഡലം മെമ്പർ, ഐരുക്കുഴി കുടുംബയോഗങ്ങളിലെ അതിപ്രധാന കണ്ണി, അമ്പരപ്പിക്കുന്ന വാക്ചാതുര്യം, കൈപ്പണികൾ അനേകം കൈവശമുള്ള ഈ അത്ഭുത വനിത ആരാണെന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം വനജമാമ, ദ വൺ ആൻഡ് ഓൺലി വനജ പോൾ എന്ന സ്ത്രീരത്നം. ഇന്ന് 70ൻ്റെ പടികൾ ചവിട്ടിക്കയറാൻ തുടങ്ങുമ്പോൾ വനജമാമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. ഹാപ്പി 70th ബർത്ത്ഡേ വനജമാമ. Happy birthday, Vanju Mama. May God bless you and may you have a blessed and a wonderful year ahead. 70 years? Who said so? You're just a couple of years younger than me. Well,
you still crave for the mullapu to be on your hair. Who said at 70 you'll crave like that? Mama, for a moment I was just wondering if we cousins were sitting together and if you weren't there, what a boring affair it would have been. The one and only storyteller, the one and only who can make a mountain out of a molehill, the one and only who can outbeat a 70mm screen on a theatre, our exaggerator, Amama. You keep us laughing, you keep us going, you keep us smiling. Fabulous. Why not only us? I'm sure if you check with any of the Marthama Thirumenis or Achan, that's what they'll say about you. Your charming smile and the personality by which you keep everybody happy is amazing. God-given talent. Amama, years would have been tough after Rajasthan left, but we all know that the amazing hand of Lord is what you are clinging on to. We believe and we pray that the rest of the years that are in store for you will be years that you'll continue to bubble in joy, holding on to Him, experiencing His great presence in your life, and your intimacy growing with Him. Happy birthday. Mama, I always remember you saying stories about how you will run to catch the train. I remember that you ran a full home and you were such a perfect hostess. God bless you, Mama. And thank you so much for the number of times you've hosted us. God bless you. Have a very, very special day. We love you so much. Happy birthday. Happy birthday. ജന്മദിനം കൊണ്ടാടുന്ന വനജമാമയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും. 70ാം പിറന്നാളിൻ്റെ നിറവിൽ നിൽക്കുന്ന വനജമാമയ്ക്ക് എല്ലാ ആശംസകളും. അമ്മാമ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ നിശബ്ദമായി ഇത് ആഘോഷിക്കാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ആരോഗ്യത്തോടു കൂടിയ അനേക ജന്മദിനങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവസരത്തിനും സാഹചര്യത്തിനുമൊത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളത് അമ്മാമയുടെ ഒരു വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മാമയെ ഡിഫൈൻ ചെയ്താൽ ഓൾവേസ് കൂൾ, കാം, ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി സ്ട്രോങ് ആൻഡ് പവർഫുൾ. സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ പ്രയോജനപ്പെട്ട ജീവിതം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനകളും. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മാമയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. അമ്മാമയിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അമ്മാമയുടെ സൗമ്യതയാണ്. എങ്ങനെ ഇത്രയും കാലം ഇത്ര സൗമ്യമായിട്ട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി എൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അമ്മാമയുടെ എല്ലാ ടാലൻസിനെയും ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവിധ ആശംസകളും. ദൈവം അനുഗ്രഹിക്കട്ടെ. Happy birthday, Vanchu Mama. May you have many more happy years with your loved ones. സ്നേഹം നിറഞ്ഞ വനജമാമയ്ക്ക് 70ാം പിറന്നാൾ അഥവാ സപ്തതി ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മാമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ജീവിതത്തിലെ പല സംഘർഷഘട്ടങ്ങളിലും അമ്മാമ്മയുടെ സ്വഭാവത്തിൽ അന്തർലീനമായ ശാന്ത സ്വഭാവ സവിശേഷതയോടെ പ്രശ്നങ്ങളെ നേരിട്ട അമ്മാമ്മയ്ക്ക് നിർഭരമായ ജന്മദിനാശംസകൾ നേരുന്നു. 70ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അമ്മാമ്മയ്ക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. അമ്മാമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ബൈബിളിൽ ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അമ്മാമ്മ. അതായത് സൗമ്യത എന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കപ്പെട്ടവൾ. ജീവിതത്തിൽ ഒത്തിരി മൾട്ടി ടാലൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അമ്മാമ്മ. ഉദാഹരണത്തിന് പലർക്കും പറ്റാത്ത പല ഏജിലുള്ള ആൾക്കാരോട് കമ്പനി കൂടുവാൻ അമ്മാമ്മയ്ക്ക് പെട്ടെന്ന് കഴിയും. ഇടയുന്ന കുട്ടികൾ തൊട്ട് പാലിയേറ്റീവ് കെയർ വരെ നീളുന്നതാണ് അമ്മാമ്മയുടെ ആ കമ്പനി അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ മഹത്വം. ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. എങ്കിലും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Many, many happy returns of the day, Mama. We all love you very much. Thank you.
Happy birthday, Vanjanti. Hope you have a wonderful and blessed year ahead. Hope to see you soon also. I also really enjoy the times that you've taken us shopping, and I also enjoy spending time at your house, just planning weddings and all the other functions. I've always enjoyed the food that you make, and especially a chocolate cake. വനജാൻറ്റി, നമ്മൾ ചെലവഴിച്ച എല്ലാ സമയങ്ങളും എപ്പോഴും ഓർക്കാനുള്ളതാണ്. ഇറ്റ് ഈസ് വെരി നൈസ് ടു ബി വിത്ത് യു. ആൻഡ് ഹോസ്പിറ്റാലിറ്റിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എല്ലാം നല്ലതാണ്. ഈവൻ ടോക്കിംഗ് ടു യു അബൌട്ട് എനിത്തിങ്, എനി ടോപ്പിക് ഇസ് റിയലി നൈസ്. I really enjoy your company. ഹലോ വനജാൻറ്റി, ഹാപ്പി ബർത്ത്ഡേ. വനജാൻറ്റി ഞങ്ങൾക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണെന്നുള്ളതിന് പല കാരണങ്ങളുണ്ടാവാം. അതിൽ എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാനായിട്ടുള്ളത്, ഞാൻ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒക്കെ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത്, പോകുന്നതിന് മുമ്പ് ഞാൻ ചില പ്രാവശ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും എവിടുന്നെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് കോൺഫിഡൻസും കംഫർട്ടും ഒക്കെ തന്നിട്ടാണ്. അതേപോലെ വനജാൻറ്റിയുടെ പല ആക്ടിവിറ്റീസും അതൊക്കെ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ തന്നെയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആണെങ്കിലും, പിന്നെ നമ്മളോട് കൂടുമ്പോഴുള്ള ഓരോ ആക്ടിവിറ്റീസിലും വനജാൻറ്റിയുടെ കോൺട്രിബ്യൂഷനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തന്നെയാണ്. കൊറോണയും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്ക് ബർത്ത്ഡേ അടിച്ചു പൊളിക്കാം. വനജാൻറ്റിയുടെ പ്രേയേഴ്സൊക്കെ ഇനിയും ഞങ്ങൾക്ക് വേണം. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ വനജാൻറ്റി. നമുക്ക് കണ്ടുമുട്ടാം വീണ്ടും. വനജാൻറ്റിനെ പറ്റി പറയുമ്പം എൻ്റെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ പിക്ചർ ഇസ് ദാറ്റ് ഓഫ് എ ഗിഫ്റ്റ് ബോക്സ്. അതിൻ്റെ ലിഡ് തുറക്കുമ്പം അതിനകത്ത് വേറൊരു ബോക്സ്, അതിൻ്റെ ലിഡ് തുറക്കുമ്പോൾ അതിനകത്ത് വേറൊരു ബോക്സ്. അങ്ങനെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള, മൾട്ടി ഫെസിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ വനജാൻറ്റിനെ കണ്ടിട്ടുള്ളത്. ബിക്കോസ് എവറി ടൈം വി മീറ്റ് യു സർപ്രൈസ് മീ വിത്ത് സംതിങ്. അപ്പം ഞാൻ ആലോചിക്കും, ഓ ഐ ഡി നോ ദിസ് അബൌട്ട് വനജാൻറ്റി, ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ദർ ഇസ് എ ലോട്ട് മോർ ടു കം വിച്ച് വി വിൽ ഗെറ്റ് ഇൻ ടു ആഫ്റ്റർ ദ കോവിഡ് സിറ്റുവേഷൻ. പിന്നെ ടാലൻസിൻ്റെ കാര്യത്തിൽ ഐ എം ഷുവർ ദിസ് എൻറ്റയർ വീഡിയോ ഇസ് അബൌട്ട് ദ ടാലൻസ് ദാറ്റ് യു ഹാവ്. ആൻഡ് I think more than talents, I think it is how you utilize them, and I think you have made best use of all the talents that you have, and you have been a blessing for the family. And not only the family, a lot of people outside are being touched by you, and you have reached the 70-year mark today. I really, really hope and pray to God that you have many, many more years ahead of you, filled with health and happiness, and may Lord grant all the desires of your heart. Happy birthday, Vanjanti. Hey Vanujama, happy birthday. Happy birthday. Happy 70th birthday. 70th birthday, I know. I was telling Mummy this morning that it's your 70th birthday. Mummy couldn't believe it. She's like, she's so beautiful. So Nideshan asked us to send a quick note about what we think of you and how we appreciate you. I just wanted to take this opportunity to tell you that you always make time for us when we come to India, and you make all the best food. You go out of your way to make chawanti puri for Thomas all the time, it's like my favorite so chawanti much. puri. I know, it's so thoughtful and so kind and so sweet of you. And you're an inspiration in so many ways. Even though you have such a busy schedule, you take the time for all wedding, for the playwriting. You always take the time to come and do that with us, even though you're so busy, and you make us snacks in the middle of that. And you're so creative. You're so talented. I have so much to say. You're so talented, and I really admire, and it's an inspiration that you, at this age and at this time of your life, you actually take the time and you go and show people that you care, that there's someone they have to talk to. And it means a lot to those people. And it's a huge inspiration to all of us. We aspire to be more like that. Vanujama, you're one of my favorite aunties. I mean, I really, one of my best memories are probably from Midhin's wedding in the Badani Homes. നമ്മൾ ഒത്തിരി പ്രാവശ്യം അവിടെ കൂടിയിട്ടുണ്ട്. I think that is probably one of my best memories. And Vanujama എപ്പോഴും വീട്ടിൽ വരും. I really enjoy, and thank you so much for all that you, chawanti puri obviously, but all that you've done for us. And we really hope, Vanujama, you have a great birthday.
Yes. and many, many more years to come. So sorry that we can't make it, but I'm sure we'll have a huge blast when we come down to India next. And one more thing is just thank you for being so understanding. At the last time we met, you spoke to me and you were so understanding, and it just felt so good to be understood. I think just thank you so much for everything. Happy birthday. Happy Anjali. birthday. Happy 70th birthday, Vanju Mama. I must say that you do not look 70 at all. Well, Vanju Mama, unfortunately, we are celebrating your birthday so far away, but I mean, we had such major plans to celebrate your 70th birthday. And then, Vanju Mama, you are one of the most sweetest person in terms of always been hospitable. ഞങ്ങളുടെ ഫാമിലിയിലുള്ള the most famous script writer, ഞങ്ങളുടെയൊക്കെ സ്കിറ്റുകൾ ചെയ്യാനും. And above everything, you've been super caring, and that's one of the most notable characteristic. And above all that, you're one of the busiest retired person I've ever seen. So I hope you stay busy, keep smiling, keep happy, and above all, wish you the best birthday. And God bless. And I hope that we can soon celebrate this in the coming months at least. God bless. വനിജാൻ്റിയെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് രാജാനും വനിജാൻ്റിയൊക്കെ ഞങ്ങളുടെ വെക്കേഷൻ ടൈമിൽ വിയൂരത്ത് വരുന്ന കാര്യമാണ്. അത് നമുക്ക് ഭയങ്കര ഉത്സവമാണ്. പപ്പായും മമ്മിയും വെക്കേഷൻ ടൈമിൽ കേക്ക് ഉണ്ടാക്കുന്നു, അലുവ ഉണ്ടാക്കുന്നു, അവൽ വിളയിക്കുന്നു, പാലപ്പം ഉണ്ടാക്കുന്നു, പിന്നെ കോഴി ഓടിച്ചിട്ട് പിടിക്കുന്നു. അതൊന്നും നമുക്ക് കോഴിയിറച്ചിയൊന്നും കിട്ടുകയില്ല. ആ സമയത്ത് കോഴി ഓടിച്ചിട്ട് പിടിച്ച് അതിനെ കൊന്ന് കറിയൊക്കെ ആക്കുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ആ സമയങ്ങളിൽ നമുക്ക് നല്ല ക്യൂട്ട് ഗിഫ്റ്റുകൾ, ഓരോ സമയം വരുമ്പോഴും നമുക്ക് നല്ല ക്യൂട്ട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വനിജാൻ്റി എത്തും. അത് നമുക്ക് ഭയങ്കര പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് 80s തന്നെ വനിജാൻ്റി നല്ല ചോക്ലേറ്റ് കേക്ക്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് കേക്ക് ഒക്കെ ആയിട്ട് വരും. രാജാൻ്റെയും വനിജാൻ്റിയുടെയും സ്നേഹവും കരുതലൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള എൻട്രൻസിന് വേണ്ടിയുള്ള 2 മാസക്കാലം അവിടെ ഞാൻ നിന്നിട്ടുണ്ട്. പിന്നെ PG 1 വർഷത്തോളം കമ്പ്യൂട്ടർ കോഴ്സിന് പഠിച്ചിട്ടുണ്ട്. പിന്നെ മമ്മിക്ക് അസുഖം വരുമ്പോഴെല്ലാം വനിജാൻ്റിയുടെ അടുത്ത് അവിടെയാണ് നമ്മൾ സ്റ്റേ. 2-3 മാസങ്ങൾ ഹോം സ്റ്റേ ആണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ നല്ല റിസോർട്ട് താമസിക്കുന്ന പോലെയാണ് അവിടെ. നമുക്ക് എല്ലാവിധ സ്നേഹവും കരുതലും പിന്നെ അകമഴിഞ്ഞിട്ടുള്ള നല്ല നിറഞ്ഞ മനസ്സോടുള്ള ഹോസ്പിറ്റാലിറ്റി, അതൊക്കെ ഒരുപാട് വനിജാൻ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വനിജാൻ്റി ആ സമയങ്ങളിൽ ബാങ്ക് മാനേജറാണ്. എന്നാലും ആ തിരക്കിനിടയിലാണെങ്കിലും എല്ലാ സൺഡേയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആഹാരങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി തരും. വനിജാൻ്റിയുടെ മറ്റൊരു ഹോബി എന്ന് പറഞ്ഞാൽ നിറ്റിംഗ് ആണ്. നല്ല പില്ലോ കവർ ഉണ്ടാക്കുക, ബെഡ്ഷീറ്റ്, സാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വനിജാൻ്റി ഈ കിട്ടുന്ന സമയങ്ങളിലെല്ലാം വനിജാൻ്റി ചെയ്യും. പിന്നെ വനിജാൻ്റി ഇപ്പോൾ പാലിയേറ്റീവ് കെയറിലെ ഒരു വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ വനിജാൻ്റിക്ക് കിട്ടിയ എല്ലാ താലന്തുകളും 5, 10, 20, 30, 50, 100 മേനിയായിട്ട് അത് വികസിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാവിധ കരുതലും വനിജാൻ്റിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വനിജാൻ്റിക്ക് ഇതുപോലെയുള്ള ജന്മദിനങ്ങൾ ഇനി സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇനി വർഷങ്ങളോളം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വനജാൻ്റി എന്നാണ് വിളിക്കുന്നതെങ്കിലും വനജാൻ്റി എനിക്ക് അമ്മ തന്നെയാണ്. യു ആർ സോ ലവിങ് ആൻഡ് കെയറിങ്. ഹാപ്പി ബർത്ത്ഡേ വനജാൻ്റി. Happy birthday, Auntie. Hope you have a great year ahead and best wishes. Hope you have a great birthday as well. Yeah. ആൻറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ചെയ്യുന്ന പോലെ ആൻറ്റിയുടെ ക്രാഫ്റ്റി ഐഡിയാസാണ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത് എന്നെയും മമ്മിയും സാരിയിൽ എംബ്രോയിഡറി ചെയ്യാനും സാരിയിൽ സ്ക്രീൻ പ്രിൻറ്റിങ്ങും ഒക്കെ ചെയ്യാനും. സോ കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. Keep inspiring us with not only crafts but cooking ideas. And COVID കഴിയുമ്പം ദൈവം സഹായിച്ച നമുക്കെല്ലാവരും കാണാം. Till then, stay healthy, stay safe and keep in touch. Stay safe. Hope to see you soon. Bye. Wishing you a happy 70th birthday.
and wishing you many years of prosperous, happy, healthy and useful years ahead. Happy birthday, Vanjanti. Hi Vanjanti, ദീപുവാ. വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. നേരിട്ട് വന്ന് കാണാനൊന്നും പറ്റുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പക്ഷേ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. വളരെ നല്ലൊരു വർഷം ആകട്ടെ ഇനിയും വരുന്നത്. ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേകൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ദൈവം. സുഖാണോ? ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഓൾ ഓഫ് us. ഒരു നല്ല വർഷം, ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ. ലവ് യു. Happy birthday Vanju Mama. One thing that I really like is the owl which you make and bring every time. It's just amazing. Happy birthday Vanja and Machi. Happy birthday, happy 70th birthday, Amachi. The two things I can remember about you is that you read a lot of books to me, and you play a lot of games with me. Hey, happy 70th birthday, Amachi. I really wish that we could be with you celebrating your birthday. Maybe after all this quarantine is over, we can all come and meet together and have a really fun time. A couple things that I remember about us being together is that you would read bookshelves worth of books to me, and you'd make a lot of delicious snacks, and you and me would all sit together and watch a bunch of TV shows on your iPad together. So wishing you a happy 70th birthday. Wish we could be there. Happy birthday. Happy birthday, Amachi. I love how you spend time with me and by the presents I always want when I come to India. I love you and I miss you too. സെലിബ്രേഷൻസും ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും വീണ്ടും വളരെ ശക്തമായിട്ട് ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അമ്മയുടെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് അമ്മയുടെ പാഷൻസ് ഫോളോ ചെയ്യാനായിട്ട് അമ്മ എടുക്കുന്ന ടൈം, യു മേക്ക് ടൈം ഫോർ ഇറ്റ്. ഇപ്പം നമ്മൾ കുറേ പേരോട് ചോദിച്ചാൽ ഞാൻ പണ്ട് അതൊക്കെ ചെയ്യാമായിരുന്നു, ഇപ്പം അതൊന്നും ചെയ്യാറില്ല എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ അമ്മയുടെ കേസിൽ അമ്മ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിലും അമ്മയുടെ സ്റ്റിച്ചിങ് ആവട്ടെ അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് അമ്മ ടൈം കണ്ടെത്തും അമ്മയുടെ ലൈഫിൽ. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അമ്മയുടെ വേറൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, അമ്മയ്ക്ക് ഒട്ടും വാനിറ്റി ഇല്ല എന്നുള്ളതാണ്. അമ്മ വളരെ സിമ്പിളായിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിതേഷിനും ന്യാശിച്ചിനും ഒന്നും ആ ഒരു അതില്ലാത്തത്, ആ ഒരു വാനിറ്റി ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു അപ്പയുടെ അമ്മയുടെ ഒരു ഗുണം തന്നെയാണെന്ന് എനിക്ക് തോന്നും. അത് ഞാൻ ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള, അമ്മ ഒത്തിരി ഗിവിങ്ങാണ്, അമ്മ ഒത്തിരി കൺസിഡറേറ്റാണ്. അമ്മയ്ക്കിപ്പം തന്നെ ആയിരിക്കുന്ന ആൾക്കാർക്ക് അമ്മ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അമ്മ എപ്പോഴെങ്കിലും ഫുഡൊക്കെ ഓർഡർ ചെയ്യും, ഒക്കേഷൻസിനൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അമ്മ ചിലപ്പോൾ പൊന്നച്ചനെയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും അത് ഒത്തിരി ഗിവിങ് ആണ് അമ്മ. അതും ഒരു നല്ല ക്വാളിറ്റിയാണ്. അമ്മ ഇനിയും in the coming years also, I wish അമ്മ ഇത്രയും തന്നെ ബിസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ദൈവം അമ്മ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. അമ്മ, കോവിഡ് കാരണം വരാൻ മേല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ കോവിഡ് കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും അമ്മയുടെ എല്ലാ കസിൻസിൻ്റെയും വീഡിയോ മെസ്സേജസ് എല്ലാം കൊളേറ്റ് ചെയ്ത് അയക്കാനൊക്കെ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറൊന്നും അമ്മ സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, ഈ അപ്പ
നമ്മൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫോണില്ലാത്ത സമയത്താണ്, മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് പണ്ട് ഈ അത് കഴിഞ്ഞിട്ട് ഉണ്ണാനൊക്കെ ആൾക്കാരെ ഒരു 4-5 പേരൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉച്ചയ്ക്ക് അമ്മ ഊണെടുത്തോളാന്നൊക്കെ പറഞ്ഞ് വരുമ്പം ഞാൻ അതിനകത്തെല്ലാം അമ്മയ്ക്ക് 3 കാര്യങ്ങൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അതിനകത്ത്. അമ്മ അത് അമ്മയുടെ അതിന് മാത്രമല്ല, അമ്മയുടെ ഈ യൂസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ടൈം മാനേജ്മെൻറ്റ്, അത് എല്ലാ കാര്യങ്ങളും അത് പെട്ടെന്ന് ടകടകയെന്നെല്ലാം എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ അമ്മ കോട്ടയത്ത് വർക്ക് ചെയ്യുമ്പോഴും അല്ലാതെ ഇപ്പോഴാണെങ്കിലും അമ്മയുടെ ഒരു ദിവസത്തെ കലണ്ടറെല്ലാം കണ്ടാൽ ഞാനൊക്കെ ഞെട്ടിപ്പോവും. കാരണം അത്രയും കാര്യങ്ങൾ അമ്മ അതിനകത്തെല്ലാം കൊള്ളിക്കാറുണ്ട്. പിന്നെ അതിനകത്ത് ഉണ്ടാകുന്ന റിസോഴ്സസ്, അമ്മയുടെ ഈ കിട്ടാവുന്ന ചെറിയ റിസോഴ്സസ് ഒക്കെ ആണെങ്കിലും അമ്മ ഏറ്റവും ബെസ്റ്റായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിലെല്ലാം അത് അപ്പോഴുള്ള സമയത്ത് ഇപ്പോഴും എല്ലാം എനിക്ക് തോന്നുന്നത് ആ റിസോഴ്സസ് ഏറ്റവും ബെസ്റ്റായിട്ട് അമ്മ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ വളരെ സെൽഫ്ലെസ് ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങളോടും അപ്പയോടും എല്ലാവരോടും, അതായത് വീട്ടിൽ വരുന്നവരോടും അമ്മ ഇടപെടുന്ന എല്ലാവരോടും അമ്മ വളരെ സെൽഫ്ലെസ്സാണ്. അമ്മ അവരുടെ സന്തോഷമാണ് അല്ലേ എപ്പോഴും നോക്കുന്നത്. ഈ സമയത്ത് അപ്പേനെ ഓർക്കുക ഞാൻ, അതായത് അപ്പോൾ ഒരു ഈ വടവൃക്ഷം പോലെ വലിയൊരു ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോഴും അപ്പയുടെ ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടൊരു ലൈഫ് ഉണ്ടായിരുന്നപ്പോഴും എനിക്കറിയാം അതിൻ്റെ എല്ലാം പുറകിൽ എനിക്ക് തോന്നുന്നത് അമ്മയുടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് നമുക്ക് എനിക്കൊന്ന് ഞാനും അച്ചാച്ചനൊന്നും ഒരിക്കലും അമ്മയും അപ്പയും തമ്മിൽ അങ്ങനെ വഴക്കിടുന്നതോ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നൊന്നും കണ്ടിട്ടില്ല. ഐ എം ഷുവർ യു വുഡ് ഹാവ് ഡിഫറൻസസ്, പക്ഷേ അതൊരിക്കലും ഞങ്ങളോട് അമ്മ അത് കാണിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ ഞാൻ അപ്പയുടെ ബുക്കിൽ എഴുതിയേക്കുന്ന പോലെ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്, അച്ഛനും ഞാനും സോ പ്രൗഡ് ദാറ്റ് we are born into this family and we've got you as our parents. അമ്മ ഇപ്പം ചെയ്യുന്ന പ്രവർത്തനങ്ങളും എനിക്ക് തോന്നുന്ന എല്ലാം പാലിയേറ്റീവ് ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി എല്ലാ ആക്ടിവിറ്റീസും എനിക്ക് തോന്നുന്ന അപ്പയുടെ ലൈഫിനൊരു ട്രിബ്യൂട്ടും കൂടെ. അതെനിക്ക് തോന്നുന്ന അപ്പയോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ അത് അപ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് അപ്പ പബ്ലിക് ലൈഫിലാണെങ്കിലും അമ്മ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അപ്പയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ അമ്മ എപ്പോഴും ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു അപ്പയുടെ ലൈഫിനുള്ളൊരു ട്രിബ്യൂട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അപ്പ വിൽ ബി വെരി ഹാപ്പി ടു സീ വാട്ട് യു ആർ ഡൂയിങ് നൗ. അമ്മ ഹാപ്പി 70th ബർത്ത്ഡേ. ബാക്കിയുള്ള കാര്യങ്ങൾ 80th ബർത്ത്ഡേക്ക്, കോവിഡാനന്തര 80th ബർത്ത്ഡേക്ക് നേരിട്ട് പറയാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി 70th ബർത്ത്ഡേ അമ്മ. ഇത് ഒരു മൈൽ സ്റ്റോൺ ബർത്ത്ഡേ, വലിയൊരു സെലിബ്രേഷൻ ആക്കണം എന്ന് ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തതാണ്. അതൊന്നും നടന്നില്ല. ഹോപ്പ്ഫുള്ളി ഈ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കൂടി ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പം 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ആദ്യത്തെ, ദൈവം അമ്മയ്ക്ക് തന്ന എല്ലാ റോളിനോടും അമ്മ വളരെ നന്നായിട്ട് നീതി പുലർത്തി, അല്ലെങ്കിൽ നീതി പുലർത്തുന്നു. 2ാമത്തെ കാര്യം, അമ്മയ്ക്ക് ദൈവം തന്ന എല്ലാ ടാലന്റുകളും അമ്മ അത് 10 ഇരട്ടിയാക്കി യു ഹാവ് ഗിവൻ ഗ്ലോറി ടു ഗാഡ്. അത് ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും പിള്ളേരുടെ കൂടെ കളിക്കുന്നതാണെങ്കിലും എംബ്രോയ്ഡറി ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും എല്ലാ ടാലന്റും അമ്മ ഒളിച്ചു വെക്കാതെ അത് 4ഉം 10ഉം ഇരട്ടിയാക്കി. ഈ വരുന്ന വർഷം, ഈ വരുന്ന ഡെക്കേഡ് അമ്മയ്ക്ക് എല്ലാ ടാലന്റുകളും ഉപയോഗിക്കാൻ പറ്റട്ടെ. അതിൽ നിന്ന് സന്തോഷം ഉണ്ടാവട്ടെ, ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. കിറ്റി പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഈ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഒരുമിച്ച് കൂടാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ഇട്ടതാണ്. അമ്മയ്ക്കും അറിയാവുന്നതാണ്. ഞങ്ങളെല്ലാം ദുബായ് വരാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ കാരണം നമുക്കത് പറ്റിയില്ല. എന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം. അതിന് ഞാൻ ഈ ഒരുപാട് പേരുടെ വീഡിയോസ് ഞാനിപ്പോൾ കണ്ടു. എന്നാൽ ആരും പറയാത്തതും എന്നാൽ ഞങ്ങൾക്ക് വളരെ അറിയാവുന്നതുമായ ഒരു കാര്യമാണ് അത്. ഞാൻ ഇന്ന് പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് 3 കാരണങ്ങളാണ്. 1 ഇറ്റ്സ് എ ഗ്രേസ് ഓഫ് ഗാഡ്, 2 എൻ്റെ പിതാവിൻ്റെ ലൈഫും, 3 എൻ്റെ മദറിൻ്റെ പ്രാർത്ഥനയും. അത് ഇന്ന് ഞാൻ നിദേശം അനുഭവിക്കുന്നതെല്ലാം അതിൻ്റെ ഒരു ഔട്ട്കം ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് ആർക്കും അങ്ങനെ അറിയത്തില്ല. പക്ഷേ ഞങ്ങളത് കണ്ടിട്ടുണ്ട് ചെറുപ്പം മുതലേ അമ്മയുടെ ആ പ്രാർത്ഥനാ ജീവിതം.
അതിൻ്റെ ഒരു 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 ഔട്ട്കമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഒരുമിച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വരികയും നമുക്കത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുവരെ ദൈവം കാക്കട്ടെ. വി ഓൾ ലവ് യു.